എൻ്റെ പേര് ഷൈജു. ഞാനൊരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. പന്തളം മൈക്രോ ITയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്ന കോഴ്സ് ഞാൻ ചെയ്തിരുന്നു. അതിനുശേഷം അതേ കോഴ്സ് ക്വാളിഫിക്കേഷനായി ചോദിച്ചുകൊണ്ടുള്ള ഒരു പബ്ലിക് എക്സാം വിളിച്ചിരുന്നു. അതുവഴിയാണ് എനിക്ക് ഈ കേന്ദ്ര ഗവൺമെന്റ് ജോലി നേടുവാനായത്. കൂടാതെ മൈക്രോയിൽ തന്നെ ഞാൻ 3 വർഷ BCA ഡിഗ്രി കോഴ്സ് കൂടി ചെയ്തിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴിത്തിരിവായത് ഈ 1 വർഷത്തെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സ് തന്നെയാണ്. പന്തളം മൈക്രോ ITയുടെ പ്രിൻസിപ്പൽ ശ്രീ വിജയകുമാർ സാറിനും എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും എൻ്റെ നന്ദിയും അഭിനന്ദനം. പന്തളം മൈക്രോ കോളേജ് അവതരിപ്പിക്കുന്ന ഹിറ്റ് യുവർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുമൺ ഹൈസ്കൂളിലാണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളോടാണ് ഇനി നമ്മളുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നതും ബോറടിപ്പിക്കാൻ പോകുന്നതും. പോകാം നമുക്ക്. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് പന്തളം മൈക്രോ കോളേജിൻ്റെ ഹിറ്റ് യുവർ ഫ്യൂച്ചർ എന്ന് പറയുന്നൊരു പ്രോഗ്രാമായിട്ടാണ്. അപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഗെയിം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഞങ്ങളൊരു ചോദ്യം ചോദിക്കും. ആ ചോദ്യത്തിന് നിങ്ങളിൽ ആര് കൃത്യമായിട്ട് ആദ്യം ഉത്തരം പറയുന്നു അവർക്ക് നമ്മുടെ ഈ ഗോൾ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ സാധിക്കും. ഗോൾ അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തൊഴിലവസരങ്ങളുള്ള കോഴ്സുകൾ പഠിപ്പിക്കുന്ന പന്തളം മൈക്രോ കോളേജ് നൽകുന്ന ഒരു സമ്മാനം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ചോദ്യം ചോദിക്കട്ടെ? ഉത്തരം പറയാൻ തയ്യാറാണോ എല്ലാവരും? ഓക്കെ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്: കമ്പ്യൂട്ടറിൻ്റെ പെർമനൻ്റ് മെമ്മറി എന്താണ്? ഓപ്ഷൻ തരാം: റാം, ക്യാച്ച്, റോം. ഒരാൾ കൈ പൊക്കിയിട്ടുണ്ട്. 1, 2, 3, 4, 5 പേര്. ആദ്യം കൈ പൊക്കിയ 5 പേരിങ്ങോ വാ. ഓക്കെ, എന്താണ് ഉത്തരം? റോം. ആ, റോം. റാമോ? മോനൊന്ന് മാറിയെന്നു. റാം. മോനും മാറിയെന്നു. റാം. അപ്പോൾ റോം എന്നാണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഗോളടിക്കാം. ഇനി 4 ചോദ്യങ്ങളൂടെ ഉണ്ട്. അപ്പോൾ അതിൽ 4നും ഉത്തരം പറയുന്നവർക്കും ഗോളടിക്കാം. ചോദ്യം ചോദിക്കട്ടെ? അപ്പോൾ ചോദ്യം ഇതാണ്: ഏറ്റവും കൂടുതൽ ഫുട്ബോൾ വേൾഡ് കപ്പ് നേടിയ രാജ്യം? ഇത് എല്ലാവരും പറയരുത്. മോനിക മോളമ്പാ. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കാം. അടുത്ത ചോദ്യം ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ആദ്യം കൈ പൊക്കിയതിന് ശേഷം മാത്രമേ ഉത്തരം പറയാവുള്ളൂ. എല്ലാവരും കൂടെ ആ കൈ പൊക്കുന്ന ആൾ ഉത്തരം പറയണ്ട, കൈ പൊക്കിയാൽ മാത്രം മതി. എന്നോട് പിന്നീട് ഞാൻ ചോദിക്കുമ്പോൾ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്: ഫുട്ബോളിൽ ഒരു മാച്ചിൻ്റെ സാധാരണ സമയം എത്രയാണ്? ഓക്കെ, മോനിക്ക് വാ. നിങ്ങൾ 2 പേരും. ഓക്കെ, പറയാം. ഉത്തരം പറഞ്ഞോളൂ. 90 മിനിറ്റ്. ഓക്കെ, 5 പേരും പറഞ്ഞിരിക്കുന്നത് ശരി ഉത്തരമാണ്. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കട്ടെ? PDF എന്ന് കേട്ടിട്ടില്ലേ എല്ലാവരും? PDFൻ്റെ പൂർണ്ണ രൂപം എന്താണ്? PDFൻ്റെ പൂർണ്ണ രൂപം. ഓപ്ഷൻ തരാം: പേഴ്സണൽ ഡോക്യുമെൻ്റ് ഫയൽ, പോർട്ടബിൾ ഡേറ്റ ഫോർമാറ്റ്, പോർട്ടബിൾ ഡോക്യുമെൻ്റ്. അതായത് പേഴ്സണൽ ഡോക്യുമെൻ്റ് ഫയൽ, പോർട്ടബിൾ ഡേറ്റ ഫോർമാറ്റ്, പോർട്ടബിൾ ഡോക്യുമെൻ്റ് ഫോർമാറ്റ്. ഇവിടെ 2 പേര് കൈ പൊക്കിയായിരുന്നു ആദ്യം. ആ 2 പേര് മാറിക്കും. അവിടെ നില്ല. അറിയാവോ? നിങ്ങൾ 3 പേരും ഇവിടെ. ഓക്കെ, ഉത്തരം പറഞ്ഞു. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഓക്കെ, പറ. പോർട്ടബിൾ ഡോക്യുമെന്റ് 2. അത് ലാസ്റ്റിലത്തെയോ? ഫസ്റ്റിലത്തെ. മോൻ മാറിയെന്നോടാ. പേഴ്സണൽ ഡോക്യുമെന്റ് ഫയൽ. പേഴ്സണൽ മോനും മാറിയെന്നോ? മാറിയെന്നോ? ലാസ്റ്റിലത്തെ. ഓക്കെ, വാ. അപ്പോൾ അടുത്ത നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്: VAR എന്നതിൻ്റെ പൂർണ്ണ രൂപം. VAR. ഓപ്ഷൻ തരാം: വീഡിയോ ആക്ഷൻ റിപ്ലേ, വിർച്വൽ അസിസ്റ്റൻ്റ് റെഫറി, വീഡിയോ അസിസ്റ്റൻ്റ് റെഫറി. നിങ്ങൾ 3 പേര് പറയല്ലോ. ഉത്തരവാദിത്തം വിളിച്ച് പറയല്ലേ. വാ, 2 പേരും വാ. ഓക്കെ, ഉത്തരം പറ. വീഡിയോ അസിസ്റ്റന്റ് റെക്കോർഡിംഗ്. വീഡിയോ അസിസ്റ്റന്റ്
റെക്കോർഡിംഗ്. റെക്കോർഡിങ്ങോ? മോനെ ഉത്തരം തെറ്റാണോ? രണ്ടാമത്തെ ഇല്ലയോ? രണ്ടാമത്തെ ആണോ? എന്നോടാണോ ചോദിക്കുന്നത്? രണ്ടാമത്തെ ആണോ? നീ അല്ലേ ഉത്തരം പറയണ്ടേ? ഉത്തരം മാറുന്നു പോയി. അതായത് വീഡിയോ ആക്ഷൻ റിപ്ലൈ, വിർച്വൽ അസിസ്റ്റന്റ് റെഫറി, വീഡിയോ അസിസ്റ്റന്റ് റെഫറി. ഒന്നുകൂടെ പറഞ്ഞു. വീഡിയോ ആക്ഷൻ റിപ്ലൈ, വിർച്വൽ അസിസ്റ്റന്റ് റെഫറി, വീഡിയോ അസിസ്റ്റന്റ് റെഫറി. വീഡിയോ വീഡിയോ വരെ ഓക്കെ, ബാക്കി പറ. വീഡിയോ അസിസ്റ്റന്റ്. ഓക്കെ മോൻ പറ. മൂന്നാമത്തെ. ഓക്കെ രണ്ടാമത്തെ. മോമ്പ. അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നിട്ട് ഒരു കൊച്ചു മിടുക്കി ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. എന്താണ് മോളുടെ പേര് ചേച്ചി? ജുവൽ. അപ്പോൾ ജുവൽ മോൾക്ക് നമുക്ക് നമ്മുടെ മൈക്രോ കോളേജ് പന്തളം നൽകുന്ന ഒരു സമ്മാനം ആദ്യം തന്നെ നമുക്ക് കൊടുക്കാം. ഓക്കെ, കൊടുത്തോളൂ. നമ്മുടെ മൈക്രോ കോളേജ് പന്തളം നടത്തിയ ഈ ഒരു ഹിറ്റ് യുവർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിൽ, ഈ ഒരു ഗെയിം ഷോയിൽ സമ്മാനങ്ങൾ നേടി, ഗോളടിച്ച് സമ്മാനങ്ങൾ നേടിയ 2 മിടുക്കന്മാരാണ് നമ്മളോടൊപ്പം ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് തൊഴിൽ സാധ്യതകളുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മൈക്രോ കോളേജ് പന്തളമാണ് ഇവർക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ സമ്മാനം കൈമാറാം. അറിഞ്ഞോ? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരമുള്ള പന്തളം മൈക്രോ ITIയിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ NCVT നടത്തിയ ഗ്രേഡിംഗിൽ കേരളത്തിലെ നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് പന്തളം മൈക്രോ ITI. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സുകൾ പഠിച്ച് സർക്കാർ സ്വകാര്യ മേഖലയിൽ നിങ്ങളും സ്വപ്നതുല്യമായ ജോലി കരസ്ഥമാക്കൂ. കോഴ്സ് പൂർത്തിയായാലുടൻ ജോലി ലഭിക്കുന്ന യുവജനങ്ങളുടെ ഇഷ്ട തൊഴിലധിഷ്ഠിത കോഴ്സുകളായ AC മെക്കാനിക്, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, CCTV ടെക്നീഷ്യൻ, അലുമിനിയം ഫാബ്രിക്കേഷൻ, എക്സ്റേ വെൽഡിംഗ് എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു. ജോബ് പ്ലേസ്മെന്റിലും ക്യാമ്പസ് സെലക്ഷനിലും എന്നും നമ്പർ 1 മൈക്രോ ITI പന്തളം. മൈക്രോ, the sign of success.